ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വർഷത്തെ ഏറ്റവും മികച്ച, വളരെയധികം ഫലം തരുന്ന, നമ്മളൊരു ചെറിയ ദീപം പോലും കൊളുത്തിയാൽ അതിനിരട്ടി ഫലം ലഭിക്കുന്ന പുണ്യ ദിനമാണ് നാളെ മകരസംക്രാന്തിയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷദീപം വരുന്ന ദിവസമാണ്. ശബരിമലയിലെ മകരവിളക്കാണ്. ഷഡ്ദില ഏകാദശിയാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നൊരു പുണ്യ ദിവസത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രപഞ്ചശക്തിയായ സൂര്യദേവൻ ദക്ഷിണായനം വിട്ട് ഉത്തരായനത്തിലോട്ട് തൻ്റെ വടക്ക് ദിശ നോക്കി സഞ്ചാരം ആരംഭിക്കുന്ന ദിവസമാണ് നാളെ എന്ന് പറയുന്നത്. സൂര്യഭഗവാന്റെ ശക്തി വർദ്ധിക്കുന്ന ദിവസമാണ്. ഈ ഒരു ഉത്തരായനത്തിൻ്റെ തുടക്കത്തെയാണ് നമ്മൾ മകരസംക്രമണം എന്ന് പറയുന്നത്. ശബരിമലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലോട്ട് പ്രവേശിക്കുന്ന പുണ്യ ദിവ്യ മുഹൂർത്തം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ പുണ്യ മുഹൂർത്ത സമയം പറയുന്നുണ്ട്. നാളെ ഒഴിവാക്കാനാവാതെ വൈകിട്ട് നിങ്ങൾ കൊളുത്തേണ്ടുന്ന ഒരു ഐശ്വര്യ ദീപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ ചെയ്യേണ്ടുന്ന ചില ചെറിയ റിച്വൽസിനെ കുറിച്ചും പറയുന്നുണ്ട്. അഭീഷ്ടസിദ്ധിക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായ സമയമാണ് ഈ ഒരു ഉത്തരായന പുണ്യകാലം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഭീഷ്മ പിതാമഹൻ തൻ്റെ ജീവൻ വെടിയാൻ വേണ്ടി ഈ ഒരു ഉത്തരായന പുണ്യകാലം വരാൻ വേണ്ടി വരെ കാത്തിരുന്നു എന്നുള്ളത്. ആത്മീയമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അഭീഷ്ടസിദ്ധി നേടാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ മന്ത്രങ്ങൾ ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കാനും പറ്റുന്ന വളരെയധികം പുണ്യമായിട്ടുള്ള സമയം. ഈ ഒരു ദിവസം നാളെ എപ്പോഴാണ് ഉത്തരായന പുണ്യകാലം, മകരസംക്രാന്തിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ നാളെ ജനുവരി 14 ബുധനാഴ്ച വൈകുന്നേരം 3:08 സൂര്യൻ ധനുരാശി വിട്ട് മകരം രാശിയിലോട്ട് പ്രവേശിക്കുന്ന ആ ഒരു പുണ്യ മുഹൂർത്തം. അനിഴം നക്ഷത്രത്തിൽ 3-ാം പാദത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു 3:08 എന്നുള്ള സമയത്ത്, അതായത് കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ദീപം കൊളുത്തണമെന്നുള്ളതല്ല. ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ നിലവിളക്കിൽ 5 തിരിയിട്ട് നെയ്യൊഴിച്ച് ഭദ്രദീപം കൊളുത്തി വെക്കുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഒരു 3 മണിക്കോ 3:05 ഒക്കെ നമുക്ക് ദീപം കൊളുത്തി വെക്കാവുന്നതാണ്. ഏകദേശം ഒരു 30 മിനിറ്റോളം നമുക്ക് ആ ദീപം അണയാതെ കാത്തു സൂക്ഷിക്കുകയും വേണം. കഴിയുന്നതും എല്ലാവരും ഈ സമയം മിസ്സ് ചെയ്യരുത്. ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സമയം മിസ്സാകും. അത് സാരമില്ല. വൈകുന്നേരം വന്നിട്ട് ഞാൻ ഈ പറയുന്ന ഐശ്വര്യ ദീപം നിങ്ങൾക്ക് വീട്ടിൽ കൊളുത്താവുന്നതാണ്. നമ്മുടെ ജീവിതം തുടങ്ങി നമ്മൾ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചു. അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐശ്വര്യ ദീപം കൊളുത്തുന്നത്. വർഷത്തിൻ്റെ തുടക്കമാണ്. നിങ്ങൾ ഏതൊരു പൂജ തുടങ്ങിയാലും പ്രാർത്ഥന തുടങ്ങിയാലും നമ്മുടെ കുലദൈവത്തെ, നമ്മളെ കാത്തു സംരക്ഷിക്കുന്ന കുലദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐശ്വര്യ ദീപം കൊളുത്തുന്നത്. കുലദൈവത്തെ അറിയണമെന്നുള്ള യാതൊരു നിർബന്ധവും ഇവിടെയില്ല. എങ്ങനെയാണ് ഐശ്വര്യ ദീപം കൊളുത്തേണ്ടതെന്ന് പറയാം. ഞാനതിവിടെ കാണിച്ചു തരാം. അതിനു മുൻപായിട്ട് കാവൽ ദൈവങ്ങളെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഒരു ഐശ്വര്യ ദീപം കൊളുത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ കുടുംബത്തെ കാക്കുന്ന ആരാണ്? നമ്മുടെ കുലദൈവമാണ്. കുലദൈവത്തെ അറിയാമെങ്കിലും അറിയില്ല എങ്കിലും എൻ്റെ കുലദൈവമേ, എൻ്റെ കുലദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ ദീപം കൊളുത്തുകയാണ്. ഈ ദീപം സ്വീകരിച്ച് ഇത്രനാളും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും പ്രശ്നങ്ങളെയും മാറ്റി എനിക്കൊരു പുതിയ ജീവിതം തന്ന് സമ്പൽ സമൃദ്ധി തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഇത് നിങ്ങൾ നാളെ വേണം ചെയ്യാൻ, ബുധനാഴ്ച. മകരം 1-ാം തീയതി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വർഷം തുടങ്ങുകയാണ്. അതായത് നമ്മൾക്ക് നല്ല കാര്യങ്ങൾ തുടങ്ങുന്ന ഒരു സമയം. അപ്പോൾ അതിന് മുൻപായിട്ട്, അതിന് തലേ ദിവസം മകരസംക്രാന്തി വരുമ്പം നമ്മൾ ഈ ഒരു ദീപം കൊളുത്തി കുലദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കുലദൈവം സ്വീകരിച്ചും നമ്മളെ അനുഗ്രഹിക്കും. നാളത്തെ ദിവസം കുലദൈവ ക്ഷേത്ര ദർശനം നടത്താൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമാണ്. അങ്ങനെ പോകുന്നവർക്ക് കുലദൈവത്തിന് മുൻപിൽ ഈ ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കുലദൈവത്തിൻ്റെ അനുഗ്രഹം മേടിക്കാവുന്നതാണ്.
അങ്ങനെ സാധിക്കാത്തവർ നാളെ ബുധനാഴ്ച ജനുവരി 14 വൈകിട്ട് ഒരു 5:30-ക്കും രാത്രി ഒരു 8 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ഈ ഒരു ദീപം കൊളുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, നമ്മൾ പുട്ടുപൊടി എടുക്കണം. മാവിളക്ക് ഉണ്ടാക്കുമല്ലോ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മാവിളക്ക് പോലെ അല്ല ഇത് മാവിളക്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ അരിപ്പൊടി എടുത്തിട്ട് പുട്ടിന് നനയ്ക്കുന്നത് പോലെ നനയ്ക്കണം. ഞാൻ അങ്ങനെയാണ് ഈ നനച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു മല പോലെ വെക്കണം. കൂമ്പാരം കൂട്ടി വെക്കുക എന്ന് പറയും. ഒരുപാടൊന്നും വേണ്ട, ഇത്രയും എടുത്താൽ മതിയാവും. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു കുഴിയാക്കുക. അതിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തുക. നിങ്ങൾക്ക് ഇത് വാഴയില വെച്ചിട്ട് വാഴയിലയിൽ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിലാണെങ്കിലും വെക്കാം. എങ്ങനെയാണെങ്കിലും കൊളുത്തുക. കൊളുത്തിയിട്ട് ആ ദീപത്തിൻ്റെ ജ്വാല കിഴക്ക് നോക്കിയിരുന്നാലും മതിയാവും. ഞാനിപ്പം ഡെമോ ആയതുകൊണ്ടാണ് കത്തിച്ച് കാണിക്കാത്തത്. എന്നിട്ട് അതിന് മുൻപിലിരുന്ന് കുലദൈവം ആരാണോ ആ കുലദൈവത്തിൻ്റെ മന്ത്രം ചൊല്ലുക. മുരുക ഭഗവാനാണെങ്കിൽ മുരുകൻ്റെ മന്ത്രം, വിഷ്ണു മന്ത്രം, ശിവമന്ത്രം, കാളിയാണെങ്കിൽ കാളി മന്ത്രം, ദേവീ സ്വരൂപമാണെങ്കിൽ ആ മന്ത്രം, ഗണേശനാണെങ്കിൽ അങ്ങനെ. ഇനി കുലദൈവം ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഓം കുലദൈവമേ നമ, ഓം കുലദൈവമേ നമ എന്ന് മനസ്സിൽ ചൊല്ലിയാൽ മതിയാകും. ഈ ഒരു കാര്യം ചെയ്ത് കുലദൈവത്തിന് ഒരു നിവേദ്യവും കൂടി സമർപ്പിക്കണം. തേനും തിനൈമാവുമാണ് കുലദൈവത്തിന് നമ്മൾ സമർപ്പിക്കേണ്ടത്. മുരുക ഭഗവാന് തിനൈമാവ് കൊണ്ട് നമ്മൾ ദീപം കൊളുത്താറുണ്ട്. അപ്പം തിന വാങ്ങിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തിട്ട് ഒരല്പം തേനും കൂടി ഇട്ട് മിക്സാക്കിയിട്ട് അത് വേണം നമ്മൾ അമ്മയ്ക്ക് പ്രസാദമായിട്ട് കൊടുക്കാൻ. ഇനി ഞങ്ങൾക്ക് തിനൈമാവ് കിട്ടില്ല എന്ന് പറയുന്നവർ നിങ്ങൾക്ക് വെറ്റിലാപ്പാക്ക് പഴം അല്ലെങ്കിൽ എന്താണോ കിട്ടുന്നത് അത് വെക്കാം. ഏറ്റവും ശ്രേഷ്ഠം തേനും തിനൈമാവും സമർപ്പിക്കുന്നതാണ്. നിവേദ്യവും സമർപ്പിച്ച ശേഷം ധൂപ ദീപ കർപ്പൂര ആരതി എടുത്ത് അതിന് ശേഷം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ദീപത്തെ നമസ്കരിക്കണം. നമസ്കരിക്കേണ്ടുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ ഇതെല്ലാം കൊളുത്തി വെച്ചു, പ്രാർത്ഥിച്ചു, ആ മന്ത്രം ചൊല്ലുന്നത്, അതായത് കുലദൈവവും കുലദൈവമേ നമ എന്നുള്ള മന്ത്രം 27 പ്രാവശ്യം ചൊല്ലിയാൽ മതി. എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. അതായത് നിവേദ്യവും സമർപ്പിച്ചതിന് ശേഷം എഴുന്നേറ്റ് നിന്ന് മുട്ടുകുത്തി നമ്മളിരുന്ന് നമ്മുടെ നെറ്റി ആ ഒരു തറയിൽ നമ്മൾ മുട്ടിക്കുക. അതൊരു നമസ്കാരം. വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു, നമ്മൾ മുട്ടുകുത്തുന്നു, തറയിൽ നമസ്കരിക്കും. നമ്മുടെ നെറ്റി തറയിൽ മുട്ടണം. അത് 2ാമത്തെ നമസ്കാരം. 3ാമത്തെ നമസ്കാരവും അതേപോലെ. അതായത് ഒറ്റ പ്രാവശ്യം മുട്ടുകുത്തി 3 പ്രാവശ്യം നമ്മൾ നെറ്റി തറയിൽ മുട്ടിക്കുന്നത് നമസ്കാരമായിട്ട് കൂട്ടാൻ പറ്റില്ല. നമസ്കാരത്തിൻ്റെ യഥാർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പം ഈ രീതിയിൽ 3 പ്രാവശ്യം നിങ്ങൾ നമസ്കരിക്കുകയും കൂടി ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും മാറിപ്പോയിരിക്കും. ഇത് വളരെയധികം ശക്തിയുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു പരിഹാരമാണ്. എല്ലാവരും ഇത് മറക്കാതെ ചെയ്യാനായിട്ട് ശ്രമിക്കണം നാളെ. അതേപോലെ തന്നെ നാളെ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അനിഴം നക്ഷത്രത്തിലാണ് ഈ ഒരു മകരസംക്രാന്തി വന്നിരിക്കുന്നത്. അനിഴം നക്ഷത്രത്തിൻ്റെ കോലം എന്ന് പറയുന്നത് താമരപ്പൂവാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ലക്ഷ്മി പൂജ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം എന്താണോ ഉള്ളത്, സാധാരണ ലക്ഷ്മി പൂജ ചെയ്യുന്നത് പോലെ അത് വെക്കുക. ഒപ്പം തന്നെ ലക്ഷ്മി വിഗ്രഹം ഇല്ലാത്തവർ നിലവിളക്കാണെങ്കിലും മതിയാവും. അതിനു മുൻപിലായിട്ട് 8 താമരപ്പൂക്കൾ നമ്മൾ വരയ്ക്കണം. 8 ഇതളുകളോട് കൂടിയ 8 താമരപ്പൂക്കൾ. ഈ 8 താമരപ്പൂക്കൾക്ക് നടുക്കും മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ ഇട്ടിട്ട് അതാണ് 8 ലക്ഷ്മികൾ എന്ന് നമ്മൾ ഭാവിച്ച് മഹാലക്ഷ്മി അഷ്ടകമായ നമസ്തേസ്തു മഹാമായേ ചൊല്ലണം. അത് ചൊല്ലി ഓരോ താമരപ്പൂവിനും ഓരോ ഏലക്ക സമർപ്പിക്കണം. അപ്പോൾ നമുക്ക് 8 ഏലക്കായും വേണ്ടി വരും. താമരപ്പൂക്കൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് നിങ്ങൾക്ക് താമരപ്പൂവ് 8 എണ്ണം മേടിച്ചു ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതിയാവും. അപ്പോൾ അത് നമ്മളൊരു ബ്രാസിൻ്റെ പ്ലേറ്റിലോ വാഴയിലയിലോ 8 താമരപ്പൂക്കൾ നിരത്തി വെച്ചിട്ട് അത് അഷ്ടലക്ഷ്മിയായിട്ട് കണ്ട് ഓരോ താമരപ്പൂവിനും നമ്മൾ നമസ്തേസ്തു മഹാമായ ഓരോ അഷ്ടകം ചൊല്ലി നമ്മൾ ദേവിക്ക്
ഏലയ്ക്ക സമർപ്പിക്കുന്നു. ഏലയ്ക്ക സമർപ്പിച്ചതിന് ശേഷം ധനവരവുണ്ടാകണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ച് ധൂപ ദീപ ആരതി എടുത്ത് നിവേദ്യമായിട്ട് നമുക്ക് പാൽ പായസമോ അല്ലെന്നുണ്ടെങ്കിൽ പാലോ സമർപ്പിക്കാവുന്നതാണ്. ആ ഏലയ്ക്ക പിറ്റേ ദിവസം നിങ്ങൾക്കത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ യൂസ് ചെയ്യാവുന്നതാണ്. നോൺ വെജിൻ്റെ കൂടെ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. കാരണം വളരെയധികം പുണ്യ മുഹൂർത്തത്തിലാണ് ഈ ഒരു സംക്രാന്തി നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും അനിഴം നക്ഷത്രം വരുന്നത് കൊണ്ടും ഏകാദശി വരുന്നത് കൊണ്ടുമൊക്കെ വളരെയധികം പവർഫുള്ളായിട്ട് തന്നെ നമുക്കിതിൻ്റെ ഫലം ലഭിക്കും. അതുപോലെ തന്നെ ബുധനാഴ്ച ചന്ദനത്തടി കൊണ്ട് ചെയ്യുന്ന വെങ്കടേശ്വര പൂജയും നിങ്ങൾ ചെയ്യാനായിട്ട് മറക്കരുത് നാളെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യണം. ഇതൊന്നും മിസ് ചെയ്യാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.